ചൊറ കഴിഞ്ഞിട്ട് ബ്രാൻഡി ഒന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് ഭാസ്കരനെ ഒന്ന് വിളിക്കാം. ഹലോ. ഹലോ. എടാ, എല്ലാം വെള്ളത്തിൻ്റെ മുകളിൽ പറ്റിപ്പോയതാണ്. നീ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ലടാ. നീ എന്തിനിപ്പം വിളിച്ചു? നീ അതൊന്നും ഇല്ലടാ, നമുക്ക് 2 കുപ്പിയും എടുത്താലോ? അത് ഞാൻ നിന്നോട് പറയാൻ പറ്റുന്നു. ആടാ, ഞാനൊരു 500 ഇടാം. അതെടുന്നാടാ എൻ്റെ അടുക്ക പൈസ? ഒന്നും ഇല്ലടാ, മരുമോൻ്റെ പൊട്ടിയതൊരു 500 ഇസ്കി. എന്നാ ഞാൻ സാധനം മേടിച്ച് മുക്കിൽ വരാം. എന്നാ നീ സാധനം മേടിച്ചിട്ട് ചെയ്യാൻ. അവിടെ സാധനവും ടച്ചസും കിട്ടി, പക്ഷേ വെള്ളം മേടിക്കാൻ പൈസ എത്തിയിട്ടില്ല. നിന്റെ അടുത്ത് ഒരു കാലത്തും പൈസ ഉണ്ടാവൂല. നമുക്ക് തങ്കമണിയോട് പോയിട്ട് വെള്ളം ചോദിക്കാം. എന്നാ നീ പോയിട്ട് ചോദിച്ചിട്ടുണ്ടോ? ഏണേ, 2 ദിവസം മുമ്പില്ല കോരനും ഭാസ്കരനും കൂടി ചീടുന്നൊരേ ചൊറയല്ലേനു അല്ലേ പറയുന്നേ? ഏണേ, ഞാനാണ് അവർക്ക് മീൻകറി എടുത്തു വെച്ചത്. എന്നിട്ട് കോരൻ പറയാ ഡീസൻ്റാന്ന്. അവര് ഡീസൻ്റ് അല്ല, കൂസൻ. ഇത് പറഞ്ഞാലല്ലേ ഓർമ്മ വരുന്നേ. കോരന്റെ മോള് കല്യാണം കഴിഞ്ഞിട്ട് അമ്മായിൻ്റെ അടുക്ക പോയിട്ട് കുഴപ്പാക്കിന് പോലും. എന്നിട്ട് ഇവരെ കൂടുന്ന ഫുള്ള് ഇങ്ങനെ. ഭാസ്കരാട്ടിന് എങ്ങനെയാ കാളഭാസ്കരൻ എന്ന് പേര് വന്നേ? ഓൻ്റെ അച്ഛന് കുറേ കാളയുണ്ടായിരുന്നു. പണ്ടൊരു ദിവസം കാളക്ക് പുല്ല് കൊടുക്കുമ്പോൾ ബേക്കിൽ വന്നൊരു കാള വന്ന് കുത്തി. എന്നായിരുന്നിട്ട് നാട്ടുകാർ ഓനെ കാളഭാസ്കരനാന്ന് വിളിക്കുന്നു. എടാ കോര, ആ കൗസവും തങ്കമണിയും കൂടി നമ്മളെ പറ്റി പരദൂഷണം പറയുന്നു. ആര്? നമ്മള് തങ്കമണിയാ? അതുകൊണ്ട് ഞാൻ വെള്ളം മേടിച്ചില്ല. ഞാൻ പീടിയെ പോയി കടം പറഞ്ഞിട്ട് മേടിച്ചിട്ടും വരാം. നീ എന്നാണ് നേരം വേനി തിരക്കേനി. തങ്കമണി നമ്മളെ കുറിച്ച് പരദൂഷണം പറയുന്നേ. ഓൾ കൊറേ സാലറി ഇങ്ങനെ ഓങ്ങി നിൽക്കുന്നു. എടാ, നമ്മളെ പറ്റി മാത്രല്ല നിന്റെ മോളെയും പറ്റി പറഞ്ഞേ. നിന്റെ മോളെ പറ്റിച്ച ഇന്നോളം വീട്ടിൽ പോയി ചോദിച്ചേള്ളത് പറക്കാണ്. നീ വേണം ഭാസ്കര, ഇവിടെ തുറക്കുന്നില്ല. ഞാൻ ഇപ്പൊ ചവിട്ടി പൊട്ടിക്കോ.